ഈ അടുത്ത കാലഘട്ടങ്ങളിലായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് യാക്കുസ. ആരാണ് യാക്കുസ? എന്താണ് യാക്കുസ? സുഹൃത്തുക്കളെ, നമ്മളിന്ന് യാക്കുസകളുടെ ലോകത്തിലേക്ക് ഒരു എത്തിനോട്ടത്തിന് പോവുകയാണ്. ഈ അടുത്ത കാലത്തായിട്ട് എമ്പുരാൻ എന്ന മോഹൻലാലിൻ്റെ ചിത്രവുമായി ബന്ധപ്പെട്ടാണ് യാക്കുസകളുടെ പേര് നമ്മൾ കൂടുതൽ കേൾക്കാൻ തുടങ്ങിയത്. സോ അധികം വൈകാതെ ഗൈസ്, ലെറ്റ്സ് ഗോ ഇൻ ടു ദ വേൾഡ് ഓഫ് എക്സ്പ്ലെയിൻഡ് ഹൂ ആർ യാക്കുസ. ചരിത്രം സൂചിപ്പിക്കുന്നത് ഫ്യൂഡൽ കാലഘട്ടങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരു കൂട്ടം സമുറായി യോദ്ധാക്കളായിരുന്നു യാക്കുസകളെന്നാണ്. ഫ്യൂഡൽ കാലഘട്ടങ്ങളിൽ കർഷകർക്ക് തങ്ങളുടെ ഭൂമിയും അതുപോലെ കാർഷിക സ്ഥാപനങ്ങളും അവരുടെ ഗ്രാമങ്ങളും സംരക്ഷിക്കുന്നതിനായിട്ട് അവർ ഈ യാക്കുസകൾ എന്നറിയപ്പെടുന്ന പഴയ സമുറായി യോദ്ധാക്കളെ ഏർപ്പെടുത്തി. പതിയെ ഈ സമുറായി യോദ്ധാക്കൾ ഒരു കൂട്ടമായി അവർ ശക്തി ആർജിച്ച് അവർ കൂടുതൽ മറ്റുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാൻ തുടങ്ങി. മറ്റുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതലും ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങി. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒന്ന് ഷിൻഡോ മതം എന്നുള്ളത് ജപ്പാനിലൊരു വളരെ പ്രാമുഖ്യമുള്ളൊരു മതമാണ്, ബുദ്ധമതത്തിൻ്റെ ഒപ്പം തന്നെ. ഈ ഷിൻഡോ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രത്യേകിച്ച് അവരുടെ ഉത്സവങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അമ്പലങ്ങളിൽ നടക്കുന്ന പരിപാടികളോടനുബന്ധിച്ച് സ്റ്റോൾ ഇടാൻ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ യാക്കുസകളെ സമീപിക്കും. യാക്കുസകൾ ഉയർന്ന ഫീസ്, അതായത് നാട്ടു നടപ്പിലുള്ളതിനേക്കാളും ഉയർന്ന ഫീസ് ഈടാക്കി അല്ലെങ്കിൽ ചാർജ് ഈടാക്കി ഈ സ്റ്റോൾ അവർക്ക് കൊടുക്കും. അതിന് പുറമെ ഈ സ്റ്റോള് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കാശും ഇവരുടെ കയ്യിൽ നിന്ന് ഈടാക്കും. അതായിരുന്നു ഇവരുടെ തുടക്കം. പിന്നെ വേറെ ഒരു കൂട്ടർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ഫേമസ് ആയിട്ടുള്ള ആ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നൊരു കാര്യമായിരുന്നു ജപ്പാനിലെ ചൂതാട്ടം. അപ്പോൾ ഈ ചൂതാടാൻ വേണ്ടി പോകുന്നവരുടെ കയ്യിലുള്ള പണം തീർന്നു കഴിയുമ്പോൾ അത് അമിത പലിശയ്ക്ക് കൊടുക്കുക. അത് കൊടുത്തിട്ട് അങ്ങനെയും കാശ് ഉണ്ടാക്കാനുള്ളൊരു മാർഗം അവർ കണ്ടുപിടിച്ചു. കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അവർ ഇതിൽ നിന്നും കുറേയൊക്കെ മാറി പിന്നെ അവർ കൂടുതൽ കടന്നു ചെല്ലാൻ തുടങ്ങിയത് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കൽ, തട്ടിക്കൊണ്ടുപോകൽ. ഈ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ജനങ്ങളുടെ കയ്യിൽ നിന്നല്ല. അവരതിനേക്കാളും വലിയൊരു മാർഗം കണ്ടുപിടിച്ചത് വലിയ കോർപ്പറേഷനുകളായിട്ടുള്ള കമ്പനികളുടെ കുറച്ച് ഷെയർ വാങ്ങിക്കും. അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിങ്ങിൽ ഇവർക്കും പോകാൻ പറ്റും, ഷെയർ ഉള്ള കാരണം കൊണ്ട് കയ്യിൽ. അവിടെ വെച്ച് ഈ ഷെയർ ഹോൾഡേഴ്സിനെ ഇവർ ഭീഷണിപ്പെടുത്തി അങ്ങനെ ഒരു ഗുണ്ടാപിരിവ് പോലെയുള്ള ഒരു പരിപാടിയാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ കാലങ്ങൾ മുന്നോട്ട് പോകുന്തോറും ഇവർ ഫിലിപ്പൈൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് ഇവിടെ ജപ്പാനിൽ വന്നാൽ നല്ല ജോലി കിട്ടും, നല്ല ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞ് അവരെ കടത്തിക്കൊണ്ടുവന്ന് അവരെ വേശ്യാവൃത്തിക്ക് ഏർപ്പെടുത്തിക്കൊണ്ടിരുന്നതും ഇവരുടെ ഒരു പ്രവർത്തന രീതികളിലൊന്നായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ നമുക്കറിയാം ഇവരുടെ ഒരു ലോകം നോക്കിക്കഴിഞ്ഞാൽ അത്ര കേമമല്ല. ഇനി നമുക്ക് യാക്കുസ എന്നുള്ള വാക്കിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്ന് നോക്കാം. ഓയിച്ചോ കാബു എന്നുള്ളൊരു കാർഡ് ഗെയിം അല്ലെങ്കിൽ ഒരു ചീട്ടുകളി ജപ്പാനിലെ പ്രചാരത്തിലുള്ളൊരു ചീട്ടുകളിയാണ്. അപ്പോൾ ഈ ചീട്ടുകളിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന ഈ കൈയുടെ ഏറ്റവും മോശപ്പെട്ട ഒരു ആകെ സംഖ്യ, 3 ചീട്ട് വെച്ചാണ് ഓരോരുത്തർക്ക് കിട്ടുന്നത്. അതിനകത്ത് കിട്ടുന്ന ഏറ്റവും മോശം സംഖ്യകളിൽ ഒന്നാണ് 20 എന്ന തുക. ഈ 20-ലെ വലത്തെ വശത്തെ അക്കമായ 0 അവർ ആ കളിയിൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അതിന് വിലയില്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്നിരുന്ന ഒരു പേരായിരുന്നാൽ യാക്കുസാൻ. അവിടെ നിന്നാണ് മോശപ്പെട്ടത് എന്നുള്ള രീതിയിൽ യാക്കുസ എന്നുള്ള പേര് നിലവിൽ വന്നത്. ഇനി യാക്കുസകൾ എങ്ങനെയാണ് അവരുടെ ഗ്രൂപ്പിലേക്ക് ആൾക്കാരെ ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റികളിൽ നിന്നും അതുപോലെ കുടുംബങ്ങളിൽ നിന്നും ആൺകുട്ടികളെ കണ്ടുപിടിച്ച് അവരെ പതുക്കെ ഇവരുടെ കൂട്ടത്തിലേക്ക് ചേർക്കുകയാണ്. അവരെ ചേർത്ത് കഴിയുമ്പോൾ ആദ്യമേ തന്നെ ഇവർ നേരെ യാക്കുസകളായിട്ട് വരുമല്ല. ഇവർ അതിനു മുമ്പ് അസോസിയേറ്റ്സ് എന്നറിയപ്പെടുന്ന ഷാഹിറ്റൈ എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട്. അതിലേക്കാണ് ആദ്യം കയറുന്നത്. ചെറിയ തരികിട പരിപാടികളൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോകും. അതിന് ശേഷമാണ് ഇവരെ ആക്ച്വലി യാക്കുസകളായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ചടങ്ങുണ്ട് ഇവരെ യാക്കുസകളായിട്ട് വാഴ്ത്തുന്നത്. അപ്പോൾ അതിന് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യാക്കുസകളുടെ ഒരു ഘടന നമ്മൾ പഠിക്കണം. ഇത് ഒരു ഫാദർ അതുപോലെ തന്നെ ബാക്കിയെല്ലാം മക്കൾ എന്നുള്ള രീതിയിൽ ഒരു സിസ്റ്റത്തിലാണ്. അതായത് ഒയബുൺ കോബുൺ. ഒയബുൺ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ, കോബുൺ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ യാക്കുസകളും അതിൻ്റെ താഴെ വരുന്നത്. അപ്പോൾ വലിയ ഈ ഓർഗനൈസേഷൻസ്, യാക്കുസകളുടെ ഓർഗനൈസേഷൻസിന് പല തലവന്മാരും കാണും. നമ്മളിത് എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഈ ചടങ്ങിൽ പ്രത്യേകിച്ച് ഇവരെ യാക്കുസകളായിട്ട് അവരോധിക്കുന്ന ചടങ്ങിൽ ഇവരെന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സാക്കെ എന്ന് പറയുന്ന ഒരു മദ്യമുണ്ട്. ഒരു അരിയിൽ നിന്ന് വാറ്റിയെടുക്കുന്ന ഒരു വീര്യം കുറഞ്ഞൊരു മദ്യമാണ് സാക്കെ. അപ്പോൾ ഈ സാക്കെ ഈ ബോസിനും അതുപോലെ ആരാണോ യാക്കുസയായിട്ട് അവരോധിക്കപ്പെടുന്നത് ഈ പുതിയ ആൾ, അയാൾക്കും മൂന്നാമതൊരാൾ അയാൾ പകർന്നു കൊടുക്കും.
ഗ്ലാസ്സിൽ. ഇപ്പോൾ 2 പേരും അവരവരുടെ ഗ്ലാസ്സിൽ നിന്ന് പകുതി കുടിക്കും. അതിനുശേഷം 2 പേരും ഈ ഗ്ലാസ് കൈമാറി പിന്നീട് ബാക്കിയുള്ള സാക്കെ ബോസ് ഒറ്റ വലിക്ക് കുടിക്കും. ഈ പറഞ്ഞ ശിഷ്യൻ അല്ലെങ്കിൽ അവരോധിക്കപ്പെടുന്ന ആൾ കുറേശ്ശെ കുടിക്കും. അങ്ങനെയാണ് അവർ ഇനീഷ്യേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരോധിക്കപ്പെടുന്നത് യാക്കൂസയായിട്ട്. പിന്നെ ഇവരുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേഹം നിറച്ചും ടാറ്റു ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യ ഭാഗങ്ങൾ പോലും അവർ ടാറ്റു ചെയ്യും. പക്ഷേ ഇവരുടെ ടാറ്റു പൊതുവെ ഈ കാലങ്ങളിൽ വിസിബിൾ അല്ല. അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷർട്ട് ഇടുമ്പോഴോ അല്ലെങ്കിൽ കോട്ടും സ്യൂട്ടും ഇടുമ്പോഴൊക്കെ എവിടെയൊക്കെയാണോ നമ്മുടെ ശരീരത്തിൻ്റെ സ്കിൻ കാണുന്നത് അവിടെയെല്ലാം ടാറ്റു ഒഴിവാക്കും. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് ടാറ്റു ഉണ്ട്. അത് എന്തിനാണ് ടാറ്റു ഒഴിവാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലങ്ങൾ മുന്നോട്ട് പോയതോടുകൂടി യാക്കൂസകളെ ആർക്കും കാണാൻ പറ്റാതെ, കാരണം അവർ നടത്തിക്കൊണ്ട് വരുന്ന കുറ്റകൃത്യങ്ങൾ കാരണം കൊണ്ട് ജനങ്ങൾ അവർക്കെതിരായി. അപ്പോൾ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ടാറ്റു ഒക്കെ അടിച്ച് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരെ പൊതുവേ യാക്കൂസകളായിട്ട് പെടുത്തിയിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് യാക്കൂസകൾ തന്നെ പൊതുവായിട്ട് എടുത്തൊരു മാർഗ്ഗമാണ്, അതായത് ശരീരത്തിൻ്റെ കാണുന്ന ഭാഗങ്ങളിൽ ടാറ്റു അടിക്കാണ്ടിരിക്കുക എന്നുള്ളത്. പിന്നെ ഇവരുടെ വേറൊരു വേഷവിധാനമാണ് ഫുണ്ടോഷി. അതായത് നമ്മുടെ നാട്ടിലെ പഴയ ലങ്കോട്ടിയില്ലേ, അപ്പോൾ ആ ലങ്കോട്ടി പോലെയുള്ളൊരു വസ്ത്രം ഉടുത്ത് ഫുൾ വിസിബിളായിട്ടുള്ള ബോഡി കാണിച്ച് ദേഹം മൊത്തം കാണിച്ചിട്ട് ഇവർ പൊതുവെ പരേഡുകൾക്കും ഈ നേരത്തെ പറഞ്ഞ ഷിൻഡോ മതത്തിൻ്റെ അമ്പലങ്ങളിലെ ഉത്സവങ്ങൾക്കൊക്കെ ആയിട്ട് പങ്കെടുക്കാറുണ്ട്. ഒരു വലിയ കാര്യമായിട്ടാണ് അതിനെ കാണുന്നത്. അവരവരുടെ ബോസിൻ്റെ കൂടെ നിന്ന് പോലും ഈ ഫുണ്ടോഷി ഇട്ടുകൊണ്ടുള്ള ഫോട്ടോകൾ ധാരാളമായിട്ട് എടുക്കും. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഒരു യക്കൂസ വന്നിട്ട് ഒരു പ്രശ്നത്തിൽപ്പെട്ടു, അയാളുടെ തെറ്റ് കാരണം കൊണ്ട് ഒരു പ്രശ്നത്തിൽപ്പെട്ടാൽ തെറ്റ് കാണിച്ചതിനുള്ള പരിഹാരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം, അതായത് ഒബിച്ചുമേ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അതായത് നമ്മുടെ ഈ ഇടതുവശത്തെ ചെറുവിരലിൻ്റെ ഒരു മടക്കിൻ്റെ അവിടെ വെച്ച് മുറിച്ച് ബോസിന് കൊടുക്കുക. ആ മുറിക്കുന്ന രീതി ഭയങ്കര ബുദ്ധിമുട്ട് നിറഞ്ഞാണ്. അതായത് വിരലിൻ്റെ മുകളിലൊരു വെള്ളത്തുണി വെച്ച് പൊതിഞ്ഞ് വിരൽ കട്ട് ചെയ്യും. ആ വിരൽ കട്ട് ചെയ്തിട്ട് ആ വിരലിൻ്റെ കഷ്ണം ബോസിന് സമർപ്പിക്കും. അങ്ങനെയാണ് നമ്മുടെ തെറ്റിനുള്ള പരിഹാരമായിട്ട്, അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റിനുള്ള പരിഹാരമായിട്ട് യാക്കൂസകൾ മുന്നോട്ട് പോകുന്നത്. ചില സമയത്ത് ഈ വലിയ വലിയ ഓർഗനൈസേഷനിൽ ചിലപ്പോൾ ഏറ്റവും താഴേക്കടിയിലുള്ള ആൾ ചെയ്ത തെറ്റിന് ചിലപ്പോൾ തൊട്ട് മുകളിലുള്ള ബോസ് പരിഹാരം ചെയ്യും, അയാളുടെ വിരൽ അറുത്ത് മുറിച്ചുകൊണ്ട്. പക്ഷേ എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഈ വിരലില്ലാത്തവരെ കാണുമ്പോൾ ആൾക്കാർക്കും സാധാ ജനങ്ങൾക്കും മനസ്സിലായി തുടങ്ങി ഇവർ യാക്കൂസകളാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, വെപ്പ് വിരൽ വെച്ചുകൊണ്ട് വന്നു. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്, പല യാക്കൂസ ഗാങ്ങുകളുണ്ട്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ വാളുണ്ടായിരുന്നു അല്ലെങ്കിൽ തോക്കുണ്ടായിരുന്നു. ഇത് നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ, അപ്പോൾ ഈ കയ്യിൽ പിടിക്കുമ്പോൾ വിരലിൻ്റെ എണ്ണം കുറവാണെങ്കിൽ നമുക്ക് ആ കൈക്ക് ബലം കുറവായിരിക്കും. അപ്പോൾ എതിരാളിക്ക് ബലം കുറവാണ് എന്നുള്ള ഒരു തോന്നലും എതിർ പാർട്ടിക്കാർക്കുണ്ടായി. അപ്പോൾ ഇത് മനസ്സിലാക്കാണ്ടിരിക്കാനും കൂടിയാണ് വെപ്പ് വിരലുകൾ വന്നത്. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയി 1992 കൂടിയാണ് ഏകദേശം യാക്കൂസകൾക്കെതിരായിട്ടുള്ള സ്ട്രോങ് നിയമം വന്നു. ഈ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പിടിച്ച് അകത്തിടുക, വെടിവെച്ച് കൊല്ലുക, ആ പരിപാടിയൊക്കെ കുറവായിരുന്നു ശരിക്കും. ആദ്യം മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറയാം എന്തുകൊണ്ടാണ്. പ്രധാനമായിട്ട് സംഭവിച്ചൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാക്കൂസകൾക്ക് പണം വരുന്ന വഴികൾ നിർത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ് ചെയ്തത്. അപ്പോൾ ആ പണം വരാനുള്ള വഴികളെല്ലാം അടച്ചതോടുകൂടി യാക്കൂസകൾക്ക് പിന്നെ പതുക്കെ അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിലെ യാക്കൂസകൾ, അതായത് പുതിയ യങ്സ്റ്റേഴ്സൊക്കെ യാക്കൂസകളിലേക്ക് ചേരാനേ താല്പര്യപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇവർ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ ലീഗലാക്കി കൊടുത്തു. പ്രത്യേകിച്ച് മസാജ് പാർലർ, അതുപോലെ തന്നെ പോണോ വീഡിയോഗ്രാഫി എടുക്കുന്നതും, പിന്നെ ഏതെങ്കിലും നല്ല വരുമാനമുള്ള ബാറുകളുടെ ഷെയർ കൂടുന്നതും എല്ലാം ഗവൺമെൻറ് സെമി ലീഗലാക്കി കൊടുത്തു. ഇതോടുകൂടി യാക്കൂസ ഗ്രൂപ്പിലേക്ക് വരുന്ന യങ്സ്റ്റേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു. ഇപ്പോഴത്തെ ഒരു പുതിയ കണക്ക് പ്രകാരം 2023-24 കണക്ക് പ്രകാരം ഏകദേശം ജപ്പാനിൽ 20,000 അല്ലെങ്കിൽ 23,000-ഓളം ഇതിനിടയ്ക്കുള്ള യാക്കൂസകളെ നിലവിലുള്ളൂ. അപ്പോൾ അത്രയ്ക്കും ഒരു വ്യത്യാസം വന്നു പഴയ കാലഘട്ടങ്ങളിൽ നിന്ന്. അതായത് 1 ലക്ഷം 2 ലക്ഷം പേരടുത്തുണ്ടായിരുന്ന യാക്കൂസകൾ കുറഞ്ഞ് ഏകദേശം 20,000-നും 23,000-ത്തിനും ഇടയ്ക്കുള്ള ആൾക്കാരായി കുറഞ്ഞു. ഇവരുടെ പ്രധാന ഏരിയ എന്ന് പറഞ്ഞാൽ ജപ്പാന് പുറമെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, തായ്ലൻഡ്, ചൈന, പിന്നെ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ പ്രത്യേകിച്ച് ഹവായി ദ്വീപുകൾ എല്ലാം കേന്ദ്രീകരിച്ച് യാക്കൂസകളുണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു വരുവാണ്. പിന്നെ യാക്കൂസകളുടെ ഒരു വേറെ പ്രധാന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഡ്രസ്സിങ്ങിനൊപ്പമുള്ള ടാറ്റു ആണ്. ഈ ടാറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാറ്റു പലതിനെയും സൂചിപ്പിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു ടാറ്റു ഒന്ന് കടുവ, പിന്നെ വ്യാളി, പിന്നെ കോയി മത്സ്യം. അപ്പോൾ ഇതിനെല്ലാം ഇതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് കവർ ചെയ്യുമ്പോൾ വ്യാളീനെക്കുറിച്ചാണ്. വ്യാളി എന്തിനാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാളിയുടെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടാറ്റു സംബന്ധമായിട്ട് സ്വർഗത്തിനും നരകത്തിനും ഇടയ്ക്കുള്ള ഒരു ആൾ എന്നുള്ള രീതിയിലാണ് ഈ വ്യാളി എന്നുള്ള ഇതിനെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ടാറ്റു കൊണ്ട് വേറൊരു കാര്യമുണ്ട്. ഈ ടാറ്റു
അവരുടെ ഓർഗനൈസേഷൻസിലെ പൊസിഷനെ സൂചിപ്പിക്കുന്നു. കടുവയുണ്ട്, വ്യാളിയുണ്ട്, പിന്നെ കോയി മത്സ്യമുണ്ട്, പിന്നെ ഉള്ളൊരു ടാറ്റു ആണ് ഡീമൻ, അതായത് ഒരു പേടിപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ്റെ തല, അതും വരച്ചു വെച്ചേക്കാണ്. അവർ കൂടുതലും എൻഫോഴ്സിങ്, അതല്ലെങ്കിൽ ഇവരുടെ സംഘടനയ്ക്കുള്ളിൽ തന്നെയുള്ള പോലീസിങ് അല്ലെങ്കിൽ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ആ പരിപാടിയായിട്ട് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ടാറ്റുവിനും അതിൻ്റേതായ അർത്ഥവും പൊസിഷൻസും ഉണ്ട്. ഇതാണ് യാക്കൂസ ഇൻ ജനറൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയായി കാണും എന്താണ് യാക്കൂസകളെന്നും എന്താണ് അവരുടെ സംഘടനകളെന്നും. യാക്കൂസകൾ ഒത്തിരി വിഭാഗങ്ങളുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ട് 2-3 വിഭാഗമാണ് ജപ്പാനിലിപ്പോൾ നിലവിലുള്ളത്. ഇതിൽ യാമഗുച്ചി ഗുമി എന്ന് പറയുന്ന ഒരു ഗ്യാങ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അവരെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ നാർക്കോട്ടിക്സ് കച്ചവടം ചെയ്യാൻ പോകുന്നില്ല എന്നവരൊരു തീരുമാനമെടുത്തു. ബാക്കിയുള്ള എല്ലാ ഗ്യാങ്ങുകളും നാർക്കോട്ടിക്സ് കച്ചവടം നടത്തുമ്പോൾ ഇവരതിനില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു വാദം. അതിനൊപ്പം തന്നെ യാക്കൂസകൾ ചില കാലഘട്ടങ്ങളിൽ ജനങ്ങളെ സഹായിച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ജപ്പാനിൽ വന്ന 1-2 ഭൂമി കുലുക്കവും സുനാമിയുമായി ബന്ധപ്പെട്ട് യാക്കൂസകൾ ഗവൺമെൻറ് മെഷീനറിക്ക് പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ യാക്കൂസകളുടെ മെഷീനറി പ്രതികരിച്ച് ജനങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം, വസ്ത്രം, ഭക്ഷണം തുടങ്ങിയ സാധനങ്ങൾ ട്രക്ക് കണക്കിന്, അത് നിസ്സാര ട്രക്കൊന്നുമല്ല, 100-500 ട്രക്കിന് സാധനങ്ങൾ എത്തിക്കേണ്ടോടത്ത് എത്തിച്ചു. അതാണ് യാക്കൂസകളുടെ പവർ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചില്ല എന്തുകൊണ്ട് യാക്കൂസകളെ ഒന്നും ചെയ്യാൻ ഗവൺമെൻറ്റിന് പറ്റുന്നില്ല അല്ലെങ്കിൽ ചെയ്തില്ല എന്നുള്ളത്. യാക്കൂസകളുടെ പിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഗവൺമെൻറ്റിൻ്റെ മുകൾ തട്ട് തൊട്ട് അങ്ങ് താഴെ സിവിലിയൻ വരെയുണ്ട്. അത് കാരണം കൊണ്ടും അതും ഒരു പക്ഷേ കാരണമായേക്കാം അവർക്കെതിരെയുള്ള നിയമ നടപടികൾ വളരെ ചുരുങ്ങിയ രീതിയിലാവുന്നതിന്. അപ്പോൾ ഗൈസ്, ഇതാണ് യാക്കൂസകളെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം. ഈ വിവരണം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതിയ വീഡിയോകളുമായി ഞങ്ങൾ വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ അറിയിക്കുക, ഉറപ്പായിട്ടും മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത തവണ കാണുന്നോടം വരെ നിങ്ങൾക്കെല്ലാവർക്കും ശുഭദിനം.